ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി ചർച്ച ചെയ്യാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം. പ്രസിഡന്റ് ശ്വേത മേനോനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് നിലപാടെടുത്തത്. മറ്റംഗങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ശ്വേത എതിർക്കുകയായിരുന്നു. ടിനിയെ ജയിലിൽ കയറ്റാനാണോ ശ്രമമെന്നും ശ്വേത യോഗത്തിൽ ചോദിച്ചുവെന്ന്. വല്ലാത്തൊരു അമ്മ തന്നെ കേട്ടോ. അമ്മായി നറ്റം വെച്ചോളൂ. അമ്മായി അടിപൊളി പരിപാടി ആയിട്ടുണ്ട്. എന്തായാലും നല്ല കിഡിലൻ ടീം കേട്ടോ. കൂട്ടത്തിൽ ഒരാളെ വർഗീയപരമായിട്ട് ഒരാൾ പരാമർശിച്ചപ്പോ പോലും അതിന് അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. പുരുഷന്മാരെന്ത് ഊളത്തരം കാണിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കൊള്ളാം കേട്ടോ, കൊള്ളാം. നല്ല കിടിലൻ ടീം. ശ്വേത മേനോൻ എന്ത് ഈ വിഷയത്തിൽ ഈ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു പിടുത്തമില്ല. അൻസിബ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു, നീനാക്കുറുപ്പ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നു, അവർ പരാതികൾ കൊടുക്കുന്നു. എന്തിനു പറയുന്നു? വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി അതാ കേസ് എടുക്കുന്നു, അതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റീഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ വല്ലാത്തൊരാള് തന്നെയാണ് കേട്ടോ. എന്തിനാണ് ഈ ടിനി ടോമിനെ പോലെ ലക്ഷ്മി നക്ഷത്രയെ പോലെയുള്ള ആളുകളെ, കുക്കുവിനൊക്കെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരൊക്കെ ആരാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എന്ത് കഴിവുകേടിന്റെ അങ്ങേയറ്റാണ് ഇവരൊക്കെ. എന്നിട്ടും ഏതാണ് കുക്കു ഒക്കെ 41 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിച്ചെന്ന ഒരു ട്രോള് ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ലക്ഷ്മിയുടെ ഏത് സിനിമയാണ് മനസ്സിലേക്കൊന്നും വരുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സിനിമ ഒക്കെ മാറ്റി വെക്കാം, വേറെ എന്താ ആയിക്കോട്ടെ. എന്താണ് ലക്ഷ്മിയുടെ ഒക്കെ നിലപാട് എന്ന് വ്യക്തമായി അവരുടെ ഫേസ്ബുക്ക് തന്നെ തുറന്നു പറയുന്നുണ്ടെന്നുള്ളത്. ഇവർ ഇസ്ലാം മതത്തിൽ ജനിച്ചതാണ്. പിന്നീട് അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ സനാതനം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കയറിപ്പോയി. എന്നതിന് ശേഷം നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ, ഞാൻ ഖുറാൻ പഠിക്കാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ജാമതയെ പോലെയുള്ള ആളുകളെ പോലെ ഇതിനെ വിമർശിക്കായിരുന്നു എന്നാ പറയുന്നത്, പഠിച്ചിരുന്നെങ്കിൽ വിമർശിക്കാൻ പോവായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുപാട് ഊളത്തരങ്ങൾ നിരന്തരം പറഞ്ഞ ഒരാളാണ്. അപ്പൊ വർഗീയത പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ ഹൻസിബ പറയുന്നത് എന്നെ അത് വിളിച്ചു ഇത് വിളിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ കുറച്ച് നാൾ വഴിയിലൂടെ ഒന്ന് കടന്നു പോകാം. ലാലേട്ടനെ കുറിച്ചിട്ട് അൻസിബ പറഞ്ഞ ഈ വാക്കുകളൊന്ന് കേട്ടോക്കെ. അവൻ്റെ അടുത്ത് ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ വീഴുന്നത് എന്ന് വെച്ചാൽ ലാലേട്ടനെ കണ്ടിട്ട് സഹിക്കണില്ല. 8 പ്രാവശ്യം കണ്ട് അതുപോലെ വീണു. അപ്പോൾ ഞാൻ ഒരു കുറെ പ്രാവശ്യം ഇങ്ങനെ വീണുണ്ട്. അപ്പോൾ ഓരോ വട്ടം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ വന്ന് പറയും. അവസാനം പിന്നെ ഇത് കണ്ടോണ്ടിരിക്കാൻ വയ്യാഞ്ഞിട്ട് തിരിഞ്ഞു നിന്നു. ദൃശ്യം സിനിമയിൽ അപസ്മാരം ഇളകി ഹൻസിക വീഴുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഹൻസിബ, ആ ഒരു സീനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ ഷൂട്ട് സമയത്ത് ഒരുപാട് തവണ വീണപ്പോൾ ലാലേട്ടൻ അവര് ചേർത്ത് വെച്ചതാണ്. ലാലേട്ടനെ ചേർത്ത് വെച്ചിട്ടൊക്കെ കുറെ നാറികള് കുറെ ഊളത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ഒരു പിടുത്തമില്ലേ കേട്ടോ. ഒരാളോട് നമുക്ക് വ്യക്തിപരമായി താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്പനി കൂടണ്ടോ, നിങ്ങൾ ഒഴിവാക്കി പോക്ക്. പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്? പിന്നെ നിങ്ങളവിടെ വോട്ട് ചെയ്തിട്ടാണല്ലോ ഇവരെയൊക്കെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആക്കുന്നത്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യത്തിന് പോലും അവിടെ തീർപ്പില്ല അമ്മായി അസോസിയേഷനിൽ. കൊള്ളാം. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ അലിഗേഷൻസിലൂടെ ഒക്കെ കടന്നു പോകാം. ടിനി ടോം ഏട്ടൻ ഞാൻ മതതീവ്രവാദിയാണ്, ജിഹാദിയാണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ, അങ്ങനത്തെ ഒരു ആരോപണം ഞാൻ കേട്ടു. അതുകൂടാത്തതിന് എനിക്കിനി ഈ ലോകത്ത് അവിഹിത ഇല്ലാത്തത് ആർക്കാന്ന് എനിക്കറിയില്ല. അത്രയും അവിഹിത കഥകൾ എന്നെ പറ്റി. മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്ത് എന്നെ 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ പരാതി ഇട്ടു, അമ്മയിലേക്ക് ഒഫീഷ്യൽ മെയിൽ ഇട്ടു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന്. ഞാൻ പിന്നെ പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല. എനിക്ക് വയ്യ, എനിക്കിനി അവിടെ നിൽക്കേണ്ടെന്നാ തോന്നിയത്. കേട്ടില്ലേ, അമ്മാതിരി ഊളത്തരാണ് പറഞ്ഞെന്നുള്ളത്. അതിന് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ? ഹൻസിബ മറ്റുള്ള ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചു, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാ പറയുന്നത്. ഏറ്റവും വലിയ വിഡിത്തരാന്നുള്ളതാ. ഹൻസിബ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. കാരണം ഇസ്ലാം മതത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സിനിമ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെ? ആ ഒരു സാധനത്തിലേക്ക് ഹൻസിബക്ക് ഒരാളെ കൊണ്ടുവരാൻ കഴിയും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവര് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? അവര് തന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതിനിടയിൽ മറ്റുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്താ സംഭവം അറിയോ? അപ്പൊ നമ്മളെല്ലാവരും നോമ്പ് നോക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഏതോ ഒരു വ്യക്തി ഇവരുടെ കൂടെ നോമ്പ് നോറ്റു. ആ നോമ്പ് നോറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കൊള്ളാല്ലേ, അടിപൊളി. ഇപ്പൊ ഞാനൊക്കെ എല്ലാ കൊല്ലം നോമ്പ് നോക്കുന്ന വ്യക്തിയാണ്. അതിൽ ഞാൻ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആയി എന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൺവേർട്ട് ചെയ്തു എന്നാണ് അർത്ഥം. ഒന്നുമില്ല. ഇവരെ കുറിച്ച് അനാവശ്യമായ അപവാദം പരത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്നുള്ളതാണ്. ഒരാൾ നോമ്പ് നോറ്റപ്പോഴത്തിനും അവരെ മതം മാറ്റാൻ ശ്രമിച്ചു. ഞാൻ കാര്യമായിട്ട് അറിയണം, അടിവര ഇട്ട് വെച്ചോ, ഹൻസിബയെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരാളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അവർ നിലകൊള്ളുന്ന, അവർ നിൽക്കുന്ന ആ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടല്ലോ, അതൊന്നും ഇസ്ലാം മതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ വിഷയത്തിൽ ടിനി ടോമിന്റെ ഒരു ഭാഗം കേൾക്കണം. ഞാനിപ്പോൾ അമ്മയില് 10 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എൻ്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു
മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണലി വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷെ ആ വാദത്തിന് തള്ളിക്കൊണ്ട് നീനാക്കുറിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ, ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. ടിനിയുടെ ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, അവിടെ ലക്ഷ്മിപ്രിയയുടെ പേരും പറഞ്ഞില്ലേ. ലക്ഷ്മിപ്രിയ എന്താണ് ഏതാണെന്ന് നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടതാണെന്നുള്ളതാണ്. അത് കറക്റ്റ് പച്ചയായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. പുറത്ത് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചു കൂട്ടും നമ്മൾ കണ്ടതാണെന്നുള്ളതാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇസ്ലാം വിരോധം ഉണ്ട്, അത് വ്യക്തമായിട്ട് അവർ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പന്നികളുമായി ഉപമിച്ചുകൊണ്ടൊക്കെ ഒരു സാധനങ്ങൾ ഇട്ടത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അതേപോലെ തന്നെ ടിനി ടോമിന് ഒരു കമന്റ് ഇട്ട് എന്നൊരൊറ്റ പേര് പറഞ്ഞുകൊണ്ട് അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തതൊക്കെ നമ്മൾ കേട്ടതും കണ്ടതാണെന്നുള്ള, കോള് ചെയ്ത സംഭവങ്ങൾ നമ്മൾ കേട്ടതാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ടിനി ടോമിന്റെ ഒരു കാറിന് ഒരു പയ്യൻ എന്തോ ഒരു കമന്റ് ഇട്ടു, എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞതിന് അയാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അങ്ങ് ഡയലോഗ് അടിച്ചിരിക്കുന്നു. എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് കഴിവില്ല, ആ കഴിവില്ലായ്മ കൊണ്ട് ഞാൻ നിൽക്കുന്നു, നീ എവിടെ എത്തി നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത്. അവൻ തന്നെ സമ്മതിക്കുന്നു കഴിവില്ല എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്ത്യൻ റുപ്പി എന്ന സിനിമ യാത്രയാണ് എനിക്ക് ഇയാളുടെ സിനിമയിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത് കൂടെ പൃഥ്വിരാജ് ഉള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സിനിമ ഓക്കെ. അത് കഴിഞ്ഞ് ഇയാൾ മിമിക്രി ചെയ്യുമ്പോഴൊക്കെ കോമഡിയാ. ഓക്കെ, അതിലേക്ക് കടക്കണ്ട. ഇവിടെ നീനാക്കുറിപ്പ് പറയുന്നു ഇമാതിരി ഊളത്തരങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. രാജാവാണെന്നാണോ വിചാരം? അൻസിബ പറയുന്നത് പൂർണ്ണമായി തള്ളിക്കളയാൻ ഈ വിഷയത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെയാന്നുള്ളതാണ്. ഇനി ലക്ഷ്മിപ്രിയയുടെ ഭാഗമാണ് കേൾക്കേണ്ടത്. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. എന്നിട്ട് അവിഹിതം എല്ലാം ചേർത്ത് വെച്ചത് ആ സ്ത്രീക്കെതിരെയാണല്ലോ. എന്താണ് ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു. നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് തന്നെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ. അതായത് അത് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് ഊളത്തരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കുക്കുവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ സംഭവം അറിയും? ഇവരുടെ മൊബൈൽ ഫോണിലേക്കാണത്ര അൻസിബ കംപ്ലൈന്റ് ഒരു വോയിസോ മറ്റുള്ള കാര്യം അയച്ചു കൊടുത്തത്. ഇത് ഇവരുടെ വീട്ടിലെ തുറന്നു വെച്ച അലമാര പോലെ എത്ര പേരുടെ മൊബൈൽ ഫോണ്, അതിന് പൂട്ടും താക്കോലൊന്നുമില്ല. അതുകൊണ്ട് ആരും കയറിയിട്ട് എല്ലാ മെസ്സേജും കയറി അങ്ങ് വായിക്കും. അപ്പൊ അൻസിബ ലക്ഷ്മിപ്രിയക്ക് അയച്ച മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് എടുത്ത് നോക്കി. എന്നിട്ട് ഇവർക്ക് ആകെ കലഹം പ്രശ്നമായി എന്നുള്ളത്. അതന്നെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. അയ്യോ, എന്താ പറയേണ്ടത്. വീട്ടിൽ TV ഓണാക്കി വെച്ച പോലെ വേണം മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ
അതിപ്പോ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ അയക്കുമ്പോൾ അതിൽ എന്തൊക്കെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും? നമ്മൾ കയറിയാൽ നോക്കൊന്നുമില്ല. അവര് പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കും. അപ്പൊ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, കേസ് കൊടുത്തു എന്നാ പറയുന്നത്. അതിലെന്തോ സംഭവം ഉണ്ട്, അത്ര അശ്ലീലം എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നത്. എന്ത് പണ്ടാരാന്നറിയില്ല. എന്തായാലും അവരെ കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് കേസ് കൊടുത്തു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തിട്ടുണ്ട്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനാഭിമാനം തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളോട് ഇവര് 1 കോടി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കൊടുക്കില്ല. അപ്പോ അതൊരു ഡിമാൻഡ് വെക്കുക എന്ന് മാത്രമാണെന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും നമ്മളെ മാനാഭിമാനം തിരിച്ചു കിട്ടുമൊന്നുമില്ല. പക്ഷെ അതൊരു നീക്കുപോക്കാണ്. അങ്ങനെയാണ് നമ്മളെ സർവ്വസാധാരണ കണ്ടുവരുന്നത്. ഇനി നീന കുറുപ്പിനെ കുറിച്ചിട്ട് ലക്ഷ്മിപ്രിയക്ക് എന്തോ പറയാനുണ്ട് എന്നുള്ളതാണ്. തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവരെനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ടും ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിപ്പതേ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ടും കഴിഞ്ഞ മീറ്റിംഗ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ. ടിനി ടോം രാജിവെക്കാനായിട്ട് തുടങ്ങി, ഞാൻ രാജിവെക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ പ്രസിഡന്റ് പോലും പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്ന അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു കയറി ചെന്നിട്ട് പറഞ്ഞു, ഇനിയും ഒരു അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ നീന ചേച്ചിയോട് പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഞാൻ എന്താ പറയുക, സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പ് പറയുകയാണ്. ചേച്ചി എന്റെ മാപ്പ് ഉൾക്കൊള്ളണം എന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എനിക്ക് എല്ലാ അംഗങ്ങളുടെ മുന്നിൽ വെച്ചും പറയണമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നീന കുറുപ്പിനോട് മാപ്പൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലേ? ഇത് മാത്രം പോരെ, കുമ്പസാരൊക്കെ കഴിഞ്ഞു. പക്ഷെ ടിനി ടോം പുറത്തുനിന്നാണ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. എന്നിട്ട് ചേച്ചിയാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. നോക്ക് പ്രിയങ്ക ചേച്ചിക്ക് പറയാനുള്ളത്. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെയാണ് ഇത്രയും, അതിനകത്ത് പ്രഗത്ഭരായ എത്ര ആൾക്കാരുണ്ട്. പത്മശ്രീ കിട്ടിയ ലാലേട്ടനടക്കം മമ്മൂക്കി അടക്കമൊക്കെ ഉള്ള ഒരു സംഘടനയെ ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിൽ നിങ്ങൾ വേണം, നിങ്ങളെല്ലാം അറിയണം, നിങ്ങൾ വഴി ഞങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്ന അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരു ഇതിൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ. എന്തായാലും അമ്മ എന്നുള്ള ആ ഒരു പേര് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം കേട്ടോ. കാരണം അത്രമാത്രം നിങ്ങൾ അമ്മ എന്ന വാക്കിനെ ഇങ്ങനെ പരിഹസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് AMMA എന്ന് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്തോ, മാമ എന്നാക്കിക്കോ. MAMA അതാണ് ഇതിന് ഇണങ്ങുന്ന പേര്, മാമ. അപ്പൊ വീണ്ടും വരാൻ കേട്ട പുതിയ അപ്ഡേഷൻ ആയിട്ട് അതൊരു സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.